നമസ്കാരം. ക്രൈം നന്ദകുമാർ എന്ന് കേട്ടാൽ പിണറായി വിജയന് പേടിയും വിറയലുമാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ബോധക്ഷയമുണ്ടായി എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. എന്താണ് ബോധക്ഷയമുണ്ടാവാനുള്ള കാരണം? നമുക്ക് ആദ്യം തന്നെ പിണറായി വിജയന് ക്രൈമിനെ ഇത്ര പേടിക്കാൻ കാരണം എന്താണ്? പേടി എന്ന് മുതൽക്കാണ് തുടങ്ങിയത്? പിണറായി വിജയൻ എത്രമാത്രം ഭീരുവാണ് എന്നുള്ള കാര്യം പരിശോധിക്കാം. 2005 ഫെബ്രുവരി 2-നാണ് പിണറായി വിജയൻ്റെ ലാവ്ലിംഗ് കേസിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക പതിപ്പ് ക്രൈം ഇറക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നുള്ള പേരിലാണ് ക്രൈം അത് പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരിച്ച് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കോപ്പികൾ എത്തിച്ച് അവസാനം കോഴിക്കോട് മാർക്കറ്റിൽ കോപ്പി ഇറക്കാൻ സമയത്ത് ആണ് ഏതോ ഒരു ഏജൻറ്റ് അതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ ഇറക്കി. ഞങ്ങളെല്ലാ ഏജൻറ്റ്മാർക്കും നിർദ്ദേശം കൊടുക്കും, ക്രൈമിൻ്റെ കോപ്പികൾ ഒരേ സമയത്ത് എല്ലായിടത്തും എത്തിച്ച ശേഷം, എല്ലാ സ്ഥലത്തും കോപ്പി എത്തിച്ച ശേഷം ഒരേ സമയത്ത് ഇറക്കാൻ പാടുള്ളൂ. അന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി കോപ്പി ഇറക്കാനാണ് ഞങ്ങൾ തീരുമാനം എല്ലാവർക്കും കൊടുത്തത്. എന്നാൽ നേരത്തെ തന്നെ തലശ്ശേരിയിൽ ഇറങ്ങുകയും കോഴിക്കോടുണ്ടായിരുന്ന പിണറായി വിജയൻ ആരോ വിളിച്ചു പറഞ്ഞു, അയ്യോ പിണറായി സഖാവേ, താങ്കളെ എല്ലാ തരത്തിലും നശിപ്പിച്ചിരിക്കുകയാണ്, ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന് ആരോ പറഞ്ഞു. കോഴിക്കോട് കുഞ്ഞിരാമ പൊതുവാളിൻ്റെ ഒരു സ്വീകരണ പരിപാടിയിൽ പ്രകാശ് കാരാട്ടടക്കമുള്ള വീരേന്ദ്രകുമാർ അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് അദ്ദേഹം ഇത് അറിഞ്ഞത്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഗുണ്ടാ സെറ്റപ്പിനെ കൊണ്ട് വിളിച്ചു. പ്രസ്സിലേക്ക് ആദ്യം അയച്ചു, ഗീതാഞ്ജലി പ്രസ്. അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു, ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നേരെ പിന്നെ ഞങ്ങൾ ക്രൈമിൻ്റെ ഓഫീസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് റിയാസിന് അറിയാം, മുഹമ്മദ് റിയാസിന് മുമ്പ് 2000-ൽ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികളെയും കൊണ്ടുവന്ന് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് അടിച്ചു പൊളിച്ചൊരു ചരിത്രമുണ്ട്. അന്ന് പിന്നീട് എൻ്റെ കാല് പിടിച്ച് ദയവായി ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ കേസ് വിട്ടതാണ്. ലോകായുക്ത അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടതാണ്. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം എന്നെ ഞങ്ങളെ ഓഫീസ് സ്റ്റാഫായ ഗണേശൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് സംബന്ധമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അന്ന് അദ്ദേഹം അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാവി നശിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ മുന്നോട്ട് പോകണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പോലീസിനെ ഞാൻ അറിയിക്കുകയും ചെയ്തു. കാരണം ഏതെങ്കിലും വിവരം കേട്ട ആരെങ്കിലും വിളിച്ചു പറഞ്ഞ പ്രകാരം ഈ റിയാസ് ചെയ്തതിനെ, റിയാസ് അന്ന് പ്രായമായി വരുന്നല്ലോ, ഏരിയ സെക്രട്ടറി അല്ലേ, ഞാനും SFIയുടെ പ്രവർത്തകനായി വളർന്ന് വന്നിട്ടുള്ള ഒരാളാണ്. പി ശശിയായിരുന്നു അന്ന് നമ്മുടെ ഇദ്ദേഹത്തെ കൊണ്ട് ഈ പണി ഒപ്പിച്ചു. അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പിണറായി EK നായനാരുടെ. 2002-ൽ ഈ പിണറായി വിജയൻ തന്നെ നേരിട്ട് മുഹമ്മദ് റിയാസിനോട് പറയുകയാണ്, ഓഫീസ് കത്തിച്ച് അവിടെയുള്ള ലാവലിൻ്റെ രേഖകളെല്ലാം, കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോവാ. പിന്നെ 10-15 ഗുണ്ടകളുമായി വന്ന് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും അവിടെയുള്ള രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി എന്നുള്ള ചരിത്രമാണ് പിന്നീട് മുഹമ്മദ് റിയാസിനും മകളെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു എന്നുള്ള ചരിത്രം അറിയാം. കാരണം അത്രയും വിലപ്പെട്ട രേഖയാണ് മുഹമ്മദ് റിയാസിൻ്റെ കൈവശം ക്രൈമിൽ നിന്ന് കിട്ടിയത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പിണറായി വിജയൻ ലോകം കണ്ട ഏറ്റവും വലിയ ഭീരുവാണെന്നാണ്. സത്യത്തിൽ ഒരു മറുപടി, ഞങ്ങൾ ക്രൈമിൽ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കൊരു മറുപടി കൊടുത്തിരുന്നെങ്കിൽ, അദ്ദേഹം തന്നിരുന്നെങ്കിൽ ഞാനത് വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുക. എന്നാലും പത്രപ്രവർത്തനം, എന്നാൽ അതിനൊന്നും പിണറായി വിജയൻ തയ്യാറായില്ല. കാരണം ഭീരു ആയതുകൊണ്ട്, പേടിക്കൊടലായതുകൊണ്ട് അദ്ദേഹം വലിയ ഇരട്ടച്ചങ്ങനാണ്, മറ്റേ ചങ്ങനാണെന്നൊക്കെ പറയുന്നത്. പേടിക്കൊടലൻ നമ്പർ 1 ആണ് എന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം. അതിനുള്ള കാരണങ്ങളും നമുക്ക് പറയാം. അപ്പം ജനങ്ങളിലൂടെ വളർന്ന ആളാണ്, ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ നടന്ന ആളാണെന്നൊക്കെ ബംഗത്തം പറയെങ്കിലും പേടിക്കൊടലൻ നമ്പർ 1 പിണറായി വിജയൻ ഭീരു എന്ന് പറയുന്ന ആൾ അന്ന് ക്രൈമിൻ്റെ ഓഫീസിലേക്ക് ആളുകളെ വിട്ട്, ഗുണ്ടകളെ വിട്ട് ഒരു ക്രൈമിൻ്റെ ഒരു പ്രസിദ്ധീകരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമേജും തകർന്ന് അദ്ദേഹം ഇല്ലാതായി എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. കാരണം ഭീരുത്വമുള്ള ആൾക്കാരാണ് ചെയ്യുക. അല്ലെങ്കിൽ എന്തു ചെയ്യും, നന്ദകുമാറെ നിങ്ങളിങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ ഭാഗം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായി കൊടുക്കില്ലേ? പകരം ഗുണ്ടായുസം കൊണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭീരുക്കളാണ് ഗുണ്ടായുസം കാണിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ധീരവാന്മാർ അങ്ങനെയല്ല, നിയമപരമായി നേരിടും, അല്ല ഈ വഴി സ്വീകരിക്കും. ഞാൻ അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞു കേട്ടോ. അതിപ്പം ലാവ്ലിംഗ് കേസ് വന്നു, ഞാൻ ഫൈറ്റ് ചെയ്തു. ഇപ്പം പിണറായി വിജയൻ്റെ ഡെമോക്രാസിൻ്റെ വാൾ പോലെ സുപ്രീം കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് BJPക്കാർ, നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ അദ്ദേഹത്തിന് സഹായിക്കുന്നതായിരിക്കാം. പക്ഷേ അവരേത് നിമിഷവും തെറ്റിക്കഴിഞ്ഞാൽ
അത് പ്രയോഗിക്കും, സുപ്രീം കോടതി വിധിക്കും. പിന്നെ തിരുവനന്തപുരത്തെ CBI കോടതിയിൽ കൂട്ടിനുള്ളിൽ കയറി നിൽക്കേണ്ട ഗതികേടും ആ വിചാരണ നേരിട്ടാൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസവും എനിക്കുള്ള ആളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്ത കാലത്ത് എനിക്കെതിരെ കുറേ കള്ളക്കേസ് എടുത്തു. നേരിട്ട് വരാറില്ലായിരുന്നു. ആദ്യം വീണ ജോർജിനെ ഇറക്കി തന്നെക്കുറിച്ച് പ്രകീർത്തിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മഹാനാണെന്ന് കുഴലൂത്ത് നടത്തുന്ന നമ്മുടെ വീണ ജോർജ്. ആ വീണ ജോർജിനുണ്ട് 2 കള്ളക്കേസ് ഉണ്ടാക്കി. ഞാൻ നേരിട്ട് തിരിച്ച് കേസ് കൊടുത്തപ്പം പിന്നെ വീണ ജോർജിനെ കണ്ടില്ല. വീണ ജോർജ് 1-ാം പ്രതിയായിക്കൊണ്ട് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. എന്നെ 34 ദിവസം ജയിലിൽ കടത്തിയ ഒരു കേസിൽ, അതേപോലെ 7 ദിവസം ജയിലിൽ കടത്തിയ കേസിൽ ഒക്കെ തന്നെ ഞാൻ തിരിച്ച് കേസ് കൊടുത്തു. തിരിച്ച് കേസ് കൊടുത്തോടുകൂടി വീണ ജോർജ് ഈ പരിപാടി നിർത്തി സ്ഥലം വിട്ടു. പിന്നെ ഇപ്പം ചെയ്യുന്നത് എന്താണ്? പി ശശിക്ക് എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഒന്ന് മെരുക്കണം എന്നുണ്ട്. മെരുക്കുന്ന ഭാഗം എങ്ങനെയാണ്? പിണറായി വിജയനെ കൂട്ടിക്കയറ്റി വിസ്തരിക്കാൻ എങ്ങനെ ചെയ്യണം? ശക്തരായ ആളുകളെക്കെതിരെ കേസെടുക്കുക. എനിക്കെതിരെ കേസെടുത്താൽ ഞാൻ തിരിച്ച് കേസെടുപ്പിക്കും. മാത്രമല്ല, എനിക്കെതിരെ കേസ് കൊടുത്താൽ പിണറായി വിജയനെ കൂട്ടിക്കയറ്റി ഞാൻ വിസ്തരിക്കുക. MA ബേബിയെ വിസ്തരിച്ചതിനേക്കാൾ കൂടുതൽ ശക്തമായി. MA ബേബി കരഞ്ഞുകൊണ്ട്, നമുക്കറിയാം, കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി ഓടിയത്. അവസാനം തിരുവനന്തപുരം കോടതി, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി പറഞ്ഞു ഇയാൾ കള്ളനാണ്, പെണ്ണുപിടിയനാണ് എന്ന് കൃത്യമായി വിധി പറഞ്ഞുകൊണ്ടാണ് സൊരലയ അഴിമതി കേസിൽ വിധി പ്രസ്താവിച്ചത്. ഞാൻ പ്രസിദ്ധീകരിച്ചെല്ലാം സത്യമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 4 കേസുകൾ കലാപമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേസെടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ പോലും കലാപമുണ്ടാക്കുന്നു പറഞ്ഞ് കേസെടുക്കാൻ പറ്റില്ല. എന്തിന്? എറണാകുളം ACGM കോടതി പോലും എനിക്കെതിരെ നേരത്തെ പിണറായി വിജയനെതിരെ ധർമ്മടത്തെ ഒരു CPM പ്രവർത്തകൻ ഇതുണ്ടല്ലോ സിൽവർ ലൈൻ കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിണറായി വിജയനെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയനെ പച്ചയ്ക്ക് പറയാം. അത് ഞാൻ വായിച്ചു എന്നുള്ള കുറ്റത്തിന് എനിക്കെതിരെ കലാപം ഉണ്ടാക്കുന്ന കേസെടുത്തു. ആ കേസിൽ എറണാകുളം ACGM കോടതി എന്താ പറഞ്ഞത്? നന്ദകുമാറിൻ്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാ കമ്പ്യൂട്ടറും തിരിച്ചു കൊടുക്ക്, അവിടെ എത്തിച്ചു കൊടുക്ക്, ഈ കേസേ നിലനിൽക്കില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ പി ശശിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം സൈബർ പോലീസ് 4 കേസാണ് എടുത്തത്. 4 കേസിലും പറയുന്ന കാര്യങ്ങളിൽ എന്തോ ആവട്ടെ, ഇപ്പോൾ ഹൈക്കോടതി അതിൽ ഇടപെട്ടിട്ടുള്ള കാര്യം എന്താ പറഞ്ഞാൽ അറിയാമോ? ഹൈക്കോടതി പറഞ്ഞു തൊട്ടു പോകരുത് നന്ദകുമാറിനെ, കലാപമുണ്ടാക്കാന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല, നന്ദകുമാറിനെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് എൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ആ കേസ് നടക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയനെ കൂട്ടിക്കയറി എനിക്ക് വിസ്തരിക്കണം. എനിക്ക് ഇനി അവസരം കിട്ടുക, ഞാൻ ജയിലിൽ പോകുന്ന മാതിരിയാണ്. ഇവർ കള്ളക്കേസ് എടുക്കുമ്പോൾ എനിക്ക് ജയിലിൽ പോയാൽ എന്താ? എനിക്ക് നാളെ നഷ്ടപരിഹാരം മേടിക്കാൻ അറിയാം. മാത്രമല്ല, ജയിലിലെ ജീവിതം എന്താണെന്ന് അറിയാൻ പഠിക്കാനുള്ള അവസരം കിട്ടി. ശരിയായ കേസിൽ എന്തായാലും എന്നെ ജയിലിനകത്താക്കാൻ പറ്റില്ല. കള്ളക്കേസിൽ എന്നെ ജയിലിനകത്താക്കിയാൽ തിരിച്ച് ഞാൻ പണി കൊടുക്കും. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ജയിലിൽ പോയാൽ ഒന്നും വരാൻ പോണില്ല. ഇപ്പോൾ എന്തായിട്ടുള്ള എന്താ? കലാപം ഉണ്ടാക്കുക പറഞ്ഞ ഒരു കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കലാപം ഉണ്ടാക്കുക 192 ആണ് BNS. അത് വെച്ച് 4 കേസുകൾ എടുത്തിരിക്കുകയാണ്. അതിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. അതായത് 39/2024 ഒരു കേസ് നമ്പറാണ്. എറണാകുളം സൈബർ ക്രൈം പോലീസ് എടുത്തിരിക്കുന്നത്. പോലീസ് സുമയോട്ടോ കേസ് എടുത്തിയപ്പോൾ സുമയോട്ടോ പോലീസ് എടുക്കാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല. മുകളിൽ നിന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ പി ശശിയോ വിളിച്ച് പറയാതെ ഇത് നടക്കില്ല, നമുക്കറിയില്ല. ഇത് പി ശശിയാണ് വിളിച്ച് പറഞ്ഞത്. പി ശശി പറഞ്ഞ് നിർബന്ധിച്ച് പിണറായി വിജയൻ്റെ പേരിൽ പിണറായി വിജയനെ സാക്ഷിയാവുന്ന രൂപത്തിലൊരു കേസ് എടുക്കണം എന്നുള്ളതാണ് ആ ഒരു ആവശ്യം. അത് കൃത്യമായി അവർ ചെയ്തു. കാരണം ഇത് പിണറായി വിജയൻ അറിഞ്ഞാൽ എനിക്കറിയാം പിണറായി വിജയന് സമ്മതിക്കില്ല. കാരണം പിണറായി വിജയന് കൂട്ടിക്കയറുക എന്ന് പറഞ്ഞാൽ പേടിയാണ്. എൻ്റെ ആവശ്യം പിണറായി വിജയനെ കൂട്ടിക്കയറ്റുക എന്നുള്ളതാണ്. കൂട്ടിക്കയറി വിസ്തരിക്കുക. കാരണം അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ലാവലിംഗ് കേസ് മുതൽ ഇങ്ങോട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ട് പിണറായി വിജയനോട് ചോദിക്കാനുള്ളത്. ലോറൻസ് പറഞ്ഞു തന്ന സാധനങ്ങളുടെ അടുത്ത് അതിൻ്റെ രേഖകളെല്ലാം എൻ്റെ അടുത്തുണ്ട്. പ്രതി വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി മുഖ്യമന്ത്രിയെയും പോലീസിനെയും അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള വീഡിയോ 17/9/2024 ഏതോ സമയം ക്രൈം സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിൽ പ്രചരിപ്പിക്കാനിടയായ കാര്യമെന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി അതിന് കാരണമായിട്ടുള്ള എന്താണെന്ന് അറിയാമോ? ഈ സംഗതിക്ക് DGP കം SPC കേരളയിൽ നിന്നും തിരുവനന്തപുരം DGPക്ക് ഇതല്ലേ പണി. പിണറായി വിജയൻ്റെ അവിടെ നിന്ന് പി ശശി വിളിച്ചു പറഞ്ഞിട്ടാണ് DGPയെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുന്നത്. 7/10/2024 അല്ല പരാതിക്കാരനില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 1-ാം പ്രതിയായിട്ട് ഞാൻ കേസ് കൊടുക്കുമ്പം ആരാണ് പ്രതിയായി വരിക? DGP ആണ്. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്.
DIG ആൻഡ് കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചി സിറ്റി മുഖാന്തരം അയച്ചു ലഭിച്ച സോഷ്യൽ മീഡിയ അനാലിസിസ് റിപ്പോർട്ട് SO പെറ്റീഷൻ രജിസ്റ്ററിൽ 3192 SO CCPS 2024 നമ്പറായി ചേർത്ത് URL പരിശോധിച്ചതിൽ പ്രതി വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി മുഖ്യമന്ത്രിയെയും പോലീസിനെയും അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള വീഡിയോ 17/9/2024 തീയതി ഏതോ സമയം യൂട്യൂബ് ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നാണ് ഇതിൻ്റെ അകത്ത് പരാതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനെന്താ പ്രസിദ്ധീകരിച്ചെന്താ അറിയാമോ? പ്രസിദ്ധീകരിച്ചത് ഒരേ ഒരു കാര്യമാണ്. മേപ്പാടി ദുരന്തത്തിൽ ഏകദേശം 2000-ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ലോ, അവിടുത്തെ മേപ്പാടി പഞ്ചായത്തിനെ കണ്ട് കണക്കുകൾ പഠിച്ച് പറഞ്ഞാണ്. ഏകദേശം 500ഓളം വീടുകൾ അങ്ങോട്ട് കുത്തിയൊലിച്ച് പോയിട്ടുണ്ട്. അതിലുള്ള ആളുകൾ പൂർണ്ണമായിട്ട് മരിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷപ്പെട്ട ആളുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ജീവനോടെ അവിടെ ഉള്ളത്. 100-400 വീട് പണിതാൽ തന്നെ, 500 വീട് കൃത്യമായി പണിത് കൊടുത്താൽ തന്നെ അവരുടെ പ്രശ്നം കഴിഞ്ഞ് 500 കോടി രൂപ 1 കോടി റുപ്യ വീതം കൊടുത്താൽ തന്നെ അവരുടെ പ്രശ്നം കഴിഞ്ഞാൽ അവർ വീട് എവിടെ ഉണ്ടാക്കി കൊടുത്തോളൂ. എന്നാൽ ഇന്നേ വരെ 5 പൈസ കൊടുത്തിട്ടില്ല. മാത്രമല്ല ഈ പലതിൻ്റെയും പേരിൽ ലക്ഷങ്ങൾ കോടികൾ എഴുതി വാങ്ങാൻ വേണ്ടി പിണറായി വിജയൻ ഒരു കണക്ക് ഹൈക്കോടതി കൊടുത്തു. ആ കണക്ക് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ച വീഡിയോയ്ക്കെതിരെയാണ് പിണറായി വിജയനെതിരെ കലാപമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. എന്തൊരു വിചിത്രമായ നടപടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇവിടുത്തെ പോലീസ്. ഇവിടെ സാധാരണക്കാർ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാൽ പരാതിയുമായി ചെന്നാൽ കേസെടുക്കില്ല. അവിടുത്തെ പാർട്ടിയുടെ ഗുണ്ടകൾ പറയുന്നതാണ് കേസെടുക്കുക. ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷൻ പോയി കഴിഞ്ഞ് ഒരു പരാതി കൊടുത്താൽ അതിനു മുമ്പ് പാർട്ടിയുടെ ഗുണ്ടാസംഘം ഒരു പരാതി കൊടുപ്പിക്കും. ഈ പെൺകുട്ടി മോഷണം നടത്തി മറ്റേന്നൊക്കെ പറഞ്ഞു. ആ പെൺകുട്ടിക്ക് ഇതിന് മോഷണ കേസ് കാണുമ്പോൾ പോലീസ് അറിയും, നിങ്ങൾക്ക് മോഷണം വേണോ, ഇതിനകത്ത് പോകണോ, അല്ലെങ്കിൽ ഈ കേസിന് മുന്നോട്ട് പോകണോ. അവർ ആ പാവപ്പെട്ട പെൺകുട്ടി പിൻവലിക്കും. ഇതാണ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും പിണറായി വിജയൻ്റെ ഗുണ്ടാ സംഘം കീഴടക്കി വെച്ചിരിക്കുകയാണ്. പിണറായി വിജയനുമായി ധാരണയിൽ, ശശിയുമായി ധാരണയിൽ ഉള്ള ഒരു പോലീസുകാരൻ ഉണ്ടായിരിക്കും അവിടെ. പിന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരിക്കും അവിടുത്തെ ആൾ. അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണ്ടാ മാഫിയാണ് കേരളത്തിൽ ഭരിക്കുന്ന എല്ലാ പോലീസ് സ്റ്റേഷനും. സത്യസന്ധരായ 90% വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ലവരാണ്. അവർക്ക് നിക്കക്കളില്ലാത്തതുകൊണ്ട് നിർബന്ധിതരായിട്ട് അറസ്റ്റ് ചെയ്യണം. അവർക്കറിയാം ഇത് കള്ളക്കേസാണെന്നുള്ളത്. എന്നെ പറ്റിയെടുത്ത ഒരു കേസും സത്യമല്ല. ഞാൻ എന്നെ കള്ളക്കേസിലല്ലാതെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ തെളിയിക്കും. ഞാൻ അതിനുള്ള ഫൈറ്റിന് 2025 എന്നുള്ള വർഷം അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ഈ വർഷം എനിക്കെതിരെ എടുത്ത കള്ളക്കേസുകൾക്കൊക്കെ എതിരെ ശക്തമായ നടപടി. ഇനി ഒരു 1.5 വർഷമല്ലേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയനെ അതുപോലെ എനിക്ക് സാക്ഷിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോണത്. അപ്പം ആ സംഭവത്തിൽ ഇതാണ് കേസ്, മേപ്പാടി ദുരന്തം. ഇതുപോലെ മേപ്പാടി ദുരന്തവുമായി 3 കേസ് എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കേസ് എടുത്തിട്ടുണ്ട്, വളരെ വിചിത്രമായ മറ്റൊരു കേസ്. എന്താ അറിയോ? തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള പേരിലാണ് വേറെ കേസ്. 40/2024 നമ്പറിലാണ് കേസ്. അതിൻ്റെ നമ്പറാണ് കാണിക്കുന്നത്. 40/24 192 എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കുക. ബെയിലബിളാണ് കേട്ടോ. 356(2) എന്ന് പറയുന്നത് എന്താണ്? ഡിഫമേഷനാണ്. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ പോലീസിന് കേസെടുക്കാൻ അധികാരമില്ല. എന്നിട്ടും കേസെടുത്തിരിക്കുകയാണ്. പ്രതി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കണമെന്ന് ഉദ്ദേശത്തോടും കരുതലോടും കൂടി മുഖ്യമന്ത്രിയെയും പോലീസിനെയും അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള വീഡിയോ 22/9/2024 തീയതി പ്രക്ഷേപണം ചെയ്തതാണ്. കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരടക്കം അവിടെ തൃശ്ശൂർ പൂരം അട്ടിമറിച്ചു എന്നും അതേപോലെ പിണറായിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അട്ടിമറിയാണെന്നും ഉള്ള കാര്യം പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും എനിക്കെതിരെ കലാപമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കേസെടുത്താൽ അതിവിചിത്രമല്ലേ? പക്ഷെ ഞാൻ എന്ത് ചെയ്തു? എനിക്കിപ്പോൾ ഉള്ള തിരക്ക് കാരണം, ചെറിയ ത്രോട്ട് ഇൻഫെക്ഷനുകളൊക്കെ കാരണം, പോലീസ് സ്റ്റേഷൻ പോകാനും അതിനുള്ള ചില അസൗകര്യങ്ങൾ കാരണം ഞാൻ എന്ത് ചെയ്തു? നേരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഹൈക്കോടതി വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ഈ കേസിൽ ഞാൻ ഹാജരാവുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെ തൊട്ട് പോകരുതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പികളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എന്തായാലും പിണറായി വിജയ, ഇത്രയും ഭീരുത്വമുള്ള താങ്കൾ ഭീരു ആണെന്ന് നമുക്കറിയാം. 40 വണ്ടി പോലീസിൻ്റെ സഹായത്തോടു കൂടി പോകുന്ന ഒരാളെ ഭീരു എന്നല്ലാതെ എന്താ പറയണ്ടത്? ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരാളാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ സ്വതന്ത്രമായി നടന്നു പോകും. ജനങ്ങളാണ് സംരക്ഷകർ. എന്നാൽ പിണറായി വിജയന്
ഇങ്ങനത്തെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി കമാൻഡർമാരുടെ സഹായത്തോടുകൂടി ഫയർ സർവീസിൻ്റെ സഹായത്തോടുകൂടി യാത്ര ചെയ്യുന്ന ഒരു വികൃത ജീവിയാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. എന്തായാലും ഈ പരിപ്പൊന്നും ഇവിടെ ചിലവാവില്ല പിണറായി വിജയൻ. നിങ്ങൾ എത്ര കള്ളക്കേസ് എടുത്താലും അതിൻ്റെ 100 ഇരട്ടി ശക്തിയിൽ ഞാൻ ശക്തമായി തിരിച്ചു വരും, ശക്തമായി തിരിച്ചടിക്കും. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നീതിക്ക് വേണ്ടിയിട്ടാണ്, സത്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നും നീതിയും സത്യവും വിജയിക്കുമെന്നുള്ള പ്രത്യാശയുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ജുഡീഷ്യറി ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ജുഡീഷ്യറിയാണ് എന്നെ എല്ലാ കാലത്തും രക്ഷിച്ചിട്ടുള്ളത്. 1999 എന്നെ കള്ളക്കേസിൽ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചപ്പോഴും എന്നെ ജുഡീഷ്യറിയാണ് രക്ഷപ്പെടുത്തിയത് എന്ന് ഓർക്കുക. നന്ദി, നമസ്കാരം.